കലാഭവൻ എന്ന ട്രൂപ്പിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് കാലം വർക്ക് ചെയ്ത, പിന്നീട് സ്വന്തമായി പരിപാടി ചെയ്തപ്പോൾ വേദികളിലെല്ലാം ഒരുപക്ഷെ ആബേലച്ചൻ്റെയും NF ഏട്ടൻ്റെയും ഫോട്ടോ പ്രദർശിപ്പിച്ച ശേഷം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ട്രൂപ്പ് കൊച്ചിൻ ഗിന്നസ്. ഇതിൻ്റെ എല്ലാം പിന്നണിയിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും എല്ലാം അദ്ദേഹത്തോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ഒരാൾ, ഏതാണ്ട് 50 വർഷമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട KS പ്രസാദ്. NF ഏട്ടൻ്റെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, KS പ്രസാദേട്ടൻ്റെ ട്രൂപ്പിന്റെ പരിപാടി തുടങ്ങുമ്പം ഇൻ മെമ്മറി ഓഫ് എന്ന് പറയുന്നതിൽ ആബേലച്ചൻ, സൈനുക, NF ഏട്ടൻ, ആബേലച്ചൻ്റെയും പേരാണ് വരുന്നത്. കലാഭവനിൽ നിങ്ങൾ എത്ര നാളുണ്ടായിരുന്നു? കലാഭവനിൽ 4-5 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ ഫോട്ടോ കൊടുത്തതിന് പുറകില് ഒരു കഥയുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ള കലാകാരന്മാർ, നാടകമായാലും അതുപോലെ തന്നെ ഇപ്പം നർത്തകനായാലും ഗായകനായാലും മിമിക്രി ആർട്ടിസ്റ്റായാലും, തന്നോടൊപ്പമുള്ള കലാകാരന്മാർ തന്നോടൊപ്പം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ഇവരൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒപ്പം ഇവരെ മറ്റുള്ളവരെ എത്തിക്കാനായിട്ട് വളരെ വളരെ താല്പര്യം കുറവായിരിക്കും. അങ്ങനെ താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് NF തോന്നിയിട്ടുള്ളത്. എപ്പോഴും എന്നെ വഴിക്ക് വെച്ച് കണ്ടാൽ ചോദിക്കും, താൻ എന്തോടും നമ്മുടെ ഒപ്പം എത്താത്തത്? ഞാൻ പറയും, NF എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ വിദേശങ്ങളിൽ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴും താൻ അങ്ങനെ ആയാൽ പോരാ, താൻ നമ്മുടെ ഒപ്പം വാ എന്ന് പറഞ്ഞ് എപ്പോഴും എൻ്റെ ഒരു നന്മ ആഗ്രഹിക്കുന്ന ചുരുക്കം എന്നോടൊപ്പം ഉണ്ടായിരുന്ന 1-2 വ്യക്തികളിൽ ഒരാളാണ് NF ഫറീസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ആബേലച്ചനെയും NF ഫറീസിനെയും സൈനിധിൻ്റെയും ഫോട്ടോ കാണിക്കാതെ തുടങ്ങുന്നില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നീട് മറ്റൊരു സംഭവം, ഞാൻ 81 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട്. ഞാൻ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു 100 മീറ്റർ അടുത്താണ് ജെയിംസ് എഞ്ചിനീയറിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആദ്യം കാണുന്നത് NF-നെയാണ്. അപ്പോൾ കലാഭവനിലുള്ളപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൻ്റെ പിന്നാമ്പുറ കഥകളെല്ലാ ദിവസവും സംസാരിക്കും. അതുപോലെ തന്നെ ഹരിശ്രീയിലോട്ട് പുള്ളി പോയപ്പോഴും പുള്ളി പറയും, ഞങ്ങൾക്ക് ഇന്നലെ ഹരിശ്രീ നല്ല കലാഭവനിൽ പോയി, കലാഭവനിൽ ഹരിശ്രീ പോയിട്ട് അല്ലേ? അപ്പൊ നാടകത്തിൽ നിന്ന് കലാഭവനിലോട്ടാണ്. ഞാൻ തിരിച്ചാ വിചാരിച്ചിരുന്നത്. അതിനിടയ്ക്ക് പുള്ളി വീണ്ടും നാടകത്തിലോട്ട് പോയി. ബ്രഹ്മം പുള്ളി എഴുതിയൊരു നാടകം തന്നെ അല്ലേ വന്നപ്പോ എനിക്ക് നാടകത്തിനോട് താല്പര്യം. അത് മൈത്രിയാണോ കളിച്ചത്? അല്ലല്ല, അത് അടൂർ ജയ തിയേറ്റേഴ്സ് ആണ്. അതായത് മറ്റേ അടൂർ പങ്കജത്തിന്റെ എഴുതിയ നാടകമാണ്. NF നാടകം എഴുതിയിട്ടുണ്ട്. NF അത് നാടകം എഴുതി. ആദ്യമായിട്ടും അവസാനമായിട്ടും എഴുതിയ നാടകമാണ് ഭ്രമം. നന്നായിട്ട് കളിക്കുകയും ചെയ്തു. പുള്ളിയാണ് അഭിനയിക്കുകയും ചെയ്തു. ആ വർഷം പുള്ളി ആ സമിതിയിലായിരുന്നു. സേവ്യറേട്ടന് സ്റ്റേറ്റ് അവാർഡ് മികച്ച നടനുള്ളത് കിട്ടുന്നത് ഈ കൂടെ ഉള്ളപ്പോഴാണോ? എനിക്ക് കിട്ടുന്നത് NF ഫറീസ് അഭിനയിച്ച സൂപ്പർ സ്റ്റാറാണ് നാടകത്തിലെ. അന്നത്തെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളില് ഞങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹം.